അസ്സലാമു അലൈക്കും, കൈഫ് ഹാലക്കും യാ ഇഖ്വാനി തമാം. നമ്മൾ ഓരോ സമയത്ത് ഓരോരോ മാറ്ററുകൾ പറയുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നതിന് ഞാൻ കമൻറ്റുകൾക്ക് മറുപടി എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്കറിയില്ല. കാരണം കമൻറ്റുകളെ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇന്നും ഞാൻ കമൻറ്റുകൾക്ക് മറുപടി പറയാൻ വന്നിരിക്കുന്നത്. സിദ്ദീഖ് എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ ചോദിച്ചൊരു കമൻറ്റാണ്, ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ലൊക്കേഷൻ നോക്കി വണ്ടി ഓടിക്കാൻ അറിയാം എന്നെൻ്റെ അറബിനോടൊന്ന് പറയണം. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ലൊക്കേഷൻ എന്നതിൻ്റെ അറബി എന്താണ്, അങ്ങനെ എനിക്ക് അതനുസരിച്ച് എന്നതിൻ്റെ അറബി എന്താണ്, വണ്ടി ഓടിക്കാൻ അറിയാം. ഈ 3 വേർഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ആണോ? നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? നമുക്ക് പറയാം എന്നാലും. അപ്പോൾ ആദ്യമായിട്ട് ലൊക്കേഷൻ അറബിയിൽ മൗഗ എന്ന് പറയും. എന്താണ് പറയുക? മൗഖ എന്നാണിത്. ഞാൻ ഇവിടെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മക്കാൻ എന്നാൽ പ്ലേസ് എന്നും മൗഖ എന്ന് പറഞ്ഞ പ്ലേസ് എന്ന് പറയുമെങ്കിലും ലൊക്കേഷൻ, വെബ്സൈറ്റ് ഇതിനൊക്കെയും പറയുന്ന ഒരു വിശാലമായ വേർഡാണ് മൗഖ. ഓക്കെ, അപ്പോൾ മൗഖ ഫിസിക്കലും പറയും, വിർച്വലിനും പറയും. അപ്പം മൗഖ എന്നാണ് ലൊക്കേഷന് സാധാരണ പറയാറുള്ളത്. ഓക്കെ, അർസില്ലി മൗഖ യാ ഹബീബി, അർസില്ലി മൗഖ, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് അയച്ചു തരൂ. നിങ്ങൾക്ക് മൗഖ അയച്ചു തന്നിട്ടില്ല. മൗഖ എന്ന് തെറ്റിദ്ധരിത്തൊന്നും പറയാൻ നിൽക്കണ്ട. അറബികൾ പറയുന്നത് പോലെ പറഞ്ഞു ശീലിച്ചാൽ മതി. ഓക്കെ ആണോ? മൗഖ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ മൗഖ അനുസരിച്ച് വാഹനം ഓടിക്കാൻ എനിക്കറിയാം. ഇനി രണ്ടാമത്തെ വേർഡ് അനുസരിച്ചുള്ള ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അതാണ് ഹസ്ബൽ മൗഖ. എന്താണ് പറയാ? ഹസ്ബൽ മൗഖ. നിങ്ങൾ ഓരോരുത്തർ പറയാം, എത്ര ശമ്പളം ചോദിച്ച ഒരാൾ, ഇത്ര ശമ്പളം, കൈഫ റാത്ബി യാ ഹബീബി. ജോലിക്കനുസരിച്ചാണ്. അങ്ങനെ ജോലിക്കനുസരിച്ച് ഇൻസെൻറ്റീവ് കിട്ടുന്നവർക്ക് ഒറ്റയടിക്ക് ശമ്പളം പറയാൻ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെ പറയാം? ഹസ്ബൽ, അത്രയേ ഉള്ളൂ. ഹസ്ബൽ വർക്കിനനുസരിച്ചാണ്. ഈ രീതിയിലാണ് ഹസ്ബൽ അമൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹസ്ബയാണ് അവിടെ യൂസ് ചെയ്യാൻ നല്ലത് എന്ന് മനസ്സിലായല്ലോ. ഹസ്ബൽ മൗഖ. എന്താണ് പറയാ? ഹസ്ബൽ മൗഖ. ഒന്ന്, രണ്ടെണ്ണം പറഞ്ഞപ്പോൾ. മൂന്നാമത്തെ ഒന്ന്, എനിക്ക് വാഹനം ഓടിക്കാൻ അറിയാം. ആരിഫ് സൂഖു സയ്യാറ, എനിക്ക് വാഹനം ഓടിക്കാൻ അറിയാം. ആരിഫ് യുവസ്സിൽക്കും, ഇങ്ങനെ പറയാം. ആരിഫ് യുവസ്സിൽക്കും ഹസ്ബൽ മൗഖ. അങ്ങനെയല്ല പറയേണ്ടത്. എനിക്കിപ്പോൾ നിങ്ങളെ ആ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആരിഫ് യുവസ്സിൽക്കും, ആണത്, പക്ഷേ യുവസ്സിൽ എന്നേ പറയുള്ളൂ. ആരിഫ് യുവസ്സിൽക്കും ഹസ്ബൽ മൗഖ. ഓക്കെ ആണോ? അല്ല ആരിഫ് സൂഖ് എന്നാണ് വാഹനം മേടിക്കുക. മാർക്കറ്റിന് ഈ സൂക്ക് പറയട്ടോ, സാധനം സെയിം ആണ്. സാഹചര്യം വരുമ്പോൾ അർത്ഥം മാറും എന്നത് മാത്രം ചിന്തിച്ചാൽ മതി. ആരിഫ് സൂഖ് സയ്യാറ ഹസ്ബൽ മൗഖ ചാസ്. അപ്പോൾ പലരും, ചില പുതിയ ഡ്രൈവർമാരൊക്കെ വന്നാൽ കഫീലന്മാർക്കൊരു പേടി ഉണ്ടാവും, അർബാബന്മാർക്ക് പേടി ഉണ്ടാവും, ഇവൻ അവിടെ എത്തുമോ. അപ്പം എന്നിട്ട് പറയാം, ഖലാസ് യാ ഹബീബി ആരിഫ് സൂഖ് സയ്യാറ ഹസ്ബൽ മൗഖ ചാസ്. എല്ലാ സ്ഥലത്തും അതന്നെയല്ല, ചോദിച്ച് മനസ്സിലാക്കി പോകുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തൊരു സംഗതിയാണ് ഇക്കാലത്ത്. അപ്പോൾ മൗഖ, അർസില്ലി മൗഖ, വേനൽ മൗഖ അൻ തരീഖൽ വാട്സാപ്പ്. അർസില്ലി മൗഖ അൻ തരീഖൽ വാട്സാപ്പ്. വാട്സപ്പ് വഴി നിങ്ങൾ നിങ്ങളുടെ മൗഖ അയച്ചു തരൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് മൗഖ എന്നാൽ. വെബ്സൈറ്റിനും പറയും. അപ്പോൾ നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കണ്ട. അത് രണ്ടിനും ഈ ഒരു പേരാണ് ഇവർ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ മൗഖ. ഇപ്പം നമ്മൾ ഈ പ്ലേസിന് പറയുമെന്ന് ഞാൻ വേറെ ഇവിടെ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുന്നു. ഹാദ മൗഖ മുംതാസ്, ഇത് വളരെ സൂപ്പർ സ്ഥലമാണ് എന്നതിനും അത് പറയും. ഓക്കെ, ഹാദ മൗഖ മുവാദിഹ്, ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ അത്ര ക്ലിയർ അല്ല. മൗഖ. അപ്പോൾ ഈ നമ്മൾ ലൈവ് ലൊക്കേഷൻ പറയുമല്ലോ, മൗഖ മുബാഷിർ എന്ന് പറയും. അർസിലെ മൗഖ മുബാഷിർ, ലൈവ് ലൊക്കേഷൻ വിടൂ. ബർസില്ലക്. അവിടെ അർസലിന് പകരം പിന്നെ നിങ്ങൾ UAE-യിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, തറിഷ് എന്ന് പറയും. തറിഷ്ലക് അല്ലെ തറിഷ്ലി എന്ന് പറയാം. നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നു. ഓക്കെ, എന്തായിരുന്നാലും അറബിക് യൂണിയൻ എന്ന സ്ഥാപനത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആയിരക്കണക്കിന് ആളുകൾക്ക് അറബി ഭാഷയിൽ അവഗാഹം നേടിക്കൊടുത്ത അറബിക് യൂണിയൻ നിങ്ങൾ വിടാതെ പിന്തുടരുക. ഇത് അൻതക്കും റഗബ ഫി തഅല്ലുമിൽ ലുഗ അൽ അറബിയ. അല്ലാഹു യഹ്ഫദ്കും. മഅസ്സലാമ.